നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. UAE, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, US താവളങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വർഷം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇറാനിൽ അവസാനിച്ചു. അതിന് തൊട്ട് ദിവസം തന്നെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇറാനെതിരായ US ആക്രമണത്തിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ വൻ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ സംഘർഷം വർദ്ധിപ്പിച്ചു. രാജ്യത്ത് സുരക്ഷാ ഭീഷണിയുടെ തോത് വർദ്ധിച്ചതിനെ തുടർന്ന് ദോഹ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പൗരന്മാരുടെ മൊബൈൽ ഫോണുകളിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഞായറാഴ്ച അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. എല്ലാവരും വീടുകളിലോ സുരക്ഷിത സ്ഥലങ്ങളിലോ തുടരണമെന്നും അഭ്യർത്ഥിച്ചു. ഗൾഫ് മേഖലയിലെ ഈ ഗുരുതരമായ സുരക്ഷാ പ്രതിസന്ധിക്കിടയിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അടിയന്തര ജോലിയില്ലാതെ പുറത്തിറങ്ങരുതെന്നും ഖത്തർ സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. രാജ്യത്തെ സുരക്ഷാ ഭീഷണിയുടെ തോത് നിലവിൽ വളരെ ഉയർന്നതാണെന്ന് വ്യക്തമാക്കി എല്ലാ പൗരന്മാരോടും പ്രവാസികളോടും അനാവശ്യമായ നീക്കങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും അവരവരുടെ വീടുകളിലോ സുരക്ഷിത സ്ഥലങ്ങളിലോ മാത്രം തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. US താവളങ്ങളിൽ ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണത്തെ തുടർന്ന് ദോഹയിൽ വലിയ സ്ഫോടനങ്ങളും കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളും ഉണ്ടായതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് മന്ത്രാലയം അറിയിച്ചു. അതേസമയം സംഘർഷത്തെ തുടർന്ന് നേരത്തെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഹോർമുസിലെ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശനിയാഴ്ച US ഇറാനെ ആക്രമിച്ചു. മേഖലയിലെ സമുദ്ര സുരക്ഷ മുൻനിർത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രതികരണം. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുമെന്നും US സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനിൽ US നടത്തുന്ന മൂന്നാം ഘട്ട ആക്രമണമാണിത്. ഇറാന്റെ തെക്കൻ തീരത്ത് പ്രധാന നഗരങ്ങളായ അസലുയെ, ഡയർ, ബുഷഹർ, ബന്ദ്രബാസ്, സിറിക് എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നതായി ഇറാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ഔദ്യോഗിക അനുമതി ഇല്ലാത്ത പാതയിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചതിനാലാണ് സൈപ്രസ് പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ മുന്നറിയിപ്പ് വെടിയുതിർത്തതെന്ന ന്യായീകരണവുമായിട്ടും ഇറാൻ സൈന്യം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ അമേരിക്കൻ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്നും ഇനി ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ കൂടുതൽ US താവളങ്ങൾ തകർക്കുമെന്നും ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പിൻഗാമി മകനുമായ അയത്തുള്ള മൊജ്തബ ഖമേനി തങ്ങളുടെ പ്രിയ നേതാവിന്റെ മരണത്തിന് വൻ പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സൈനിക നീക്കം ശക്തമാക്കിയതും സംഘർഷം അതിരൂക്ഷമായതും. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മൊജ്തബ ഖമേനി പരസ്യമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെയായിരുന്നു തേടിയിരുന്നത്. പക്ഷേ അഥവാ പ്രത്യക്ഷപ്പെട്ടാൽ അദ്ദേഹത്തിന് നേരെ അവിടെ ഒരു അക്രമം ഉണ്ടാകുമെന്നുള്ള ഭയം കാരണമായിരിക്കാം അദ്ദേഹം പരസ്യവേദികളിൽ ഒന്നും തന്നെ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന GFS ഗാലക്സി എന്ന കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ ജീവനക്കാരനെ കാണാതായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ ഇറാനിലെ മിലിറ്ററി കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്ക ശക്തമായ മൂന്നാം ഘട്ട വ്യോമാക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡാണ് ശനിയാഴ്ച രാത്രി വൈകി ആരംഭിച്ച വ്യോമാക്രമണ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഗതാഗത പാതയിൽ ഇറാൻ നടത്തുന്ന അധിനിവേശത്തിന് മറുപടിയായാണ് ഈ നീക്കമെന്നും അമേരിക്ക വ്യക്തമാക്കി. അമേരിക്കൻ തിരിച്ചടിക്ക് പിന്നാലെ ദക്ഷിണ ഇറാനിലെ പ്രധാന തീരദേശ നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും വൻ സ്ഫോടനങ്ങൾ നടന്നതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു.
ഹോർമസ് കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബന്ദർ അബ്ബാസ്, സിറിക്, ഗൊഷേം ദ്വീപ് എന്നിവിടങ്ങളിലെ മിസൈൽ, ഡ്രോൺ, തീരദേശ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു US യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. സമാധാനപരമായി സർവീസ് നടത്തുന്ന വാണിജ്യ കപ്പലുകളെയും നിരപരാധികളായ നാവികരെയും ആക്രമിക്കുന്ന ഇറാന്റെ ശേഷിയെ നിഷ്പ്രഭമാക്കാൻ US കനത്ത വില ഈടാക്കുക തന്നെ ചെയ്യും എന്ന് US സെൻകോം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ഇറാനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാൻ എടുത്തത് തെറ്റായ തീരുമാനമാണെന്നും അതിനുള്ള പ്രത്യാഘാതം അവർ അനുഭവിച്ചേ തീരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുഭാഗത്ത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഒമാൻ തീരത്തുകൂടിയുള്ള പുതിയ കപ്പൽ ചാൽ സുരക്ഷിതമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. തങ്ങളുടെ തീരത്തോട് ചേർന്നുള്ള അംഗീകൃത പാതയല്ലാതെ മറ്റേത് വഴി ഉപയോഗിച്ചാലും കപ്പലുകൾ തടയുമെന്നാണ് IRGC നിലപാട്. ഈ പിടിവാശിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും നിരോധിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചതോടെ ആഗോള എണ്ണ വിപണി പൂർണ്ണമായും നിലച്ച മട്ടാണ്. ലോകത്തെ ആകെ പെട്രോളിയം വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പാത അടഞ്ഞത് ഇന്ധനവില കുതിച്ചുയരാൻ ഇടയാക്കുമെന്ന ആശങ്കയിലാണ് പ്രമുഖ രാജ്യങ്ങൾ. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കോ സഖ്യകക്ഷികൾക്കോ നേരെ ഇനിയും ആക്രമണമുണ്ടായാൽ ഇറാന്റെ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഇരുണ്ടുകൂടിയതോടെ മറ്റ് അന്താരാഷ്ട്ര ശക്തികളും വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലൂടെയുള്ള സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇരുഭാഗവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്.